കഴിഞ്ഞ ചെയ്തികൾ അത് CPM-ന് തിരിച്ചടിയാവുകയാണ്. വിഴിഞ്ഞം വിഷയത്തിലൊക്കെ നിന്ന നിൽപ്പിലാണ് യു ടേൺ അടിച്ചിരിക്കുന്നത്. അതാണ് പ്രശ്നം. ഇപ്പോഴത്തെ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം മറന്നുകൊണ്ടാവരുത്. അതാണ് പിണറായി വിജയനെതിരെ എന്ന് തോന്നിപ്പിക്കുന്നത്. എന്നല്ല, അതുതന്നെയാണ് പിണറായി വിജയനെതിരെ തന്നെ ഇത്തരത്തിലുള്ള എതിർ സ്വരങ്ങൾ വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ സിബി സത്യൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്ന് 3 പേരാണ്, 3 പ്രമുഖ നേതാക്കളാണ്, EP ജയരാജൻ, KK ശൈലജ, PK ശ്രീമതി. ഇവർ 3ഉം പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി വിഴിഞ്ഞം വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമാണല്ലോ. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി പറഞ്ഞ വാക്കുകളെ വിമർശിച്ചുകൊണ്ടാണ് ഇവർ സംസാരിച്ചത് എങ്കിൽ പോലും ചെന്നുകൊള്ളുന്നത് പിണറായി വിജയനിലേക്കാണല്ലോ. അതെ, ഇത് കൃത്യമായൊരു പാളയത്തിൽ പട എന്ന് തന്നെ പറയാൻ പറ്റും മഞ്ജുഷ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാർട്ടിക്ക് ഏകാത്മകമായ ഒരു ഒരേ സ്വരം ഇക്കാര്യത്തിൽ അതിശക്തമായ ഭാഷയിലാണ് മറ്റുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്തൊരു രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് ഇത് ഇടതുപക്ഷ നയങ്ങളുടെ തുടർച്ച തന്നെയാണ്. LDF സർക്കാർ എന്താണോ വിഴിഞ്ഞം വിഷയത്തിലിടുന്ന നിലപാട്, വിഴിഞ്ഞം വിഷയത്തിൽ അദാനിയെ കൊടുത്ത സപ്പോർട്ട്, അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴത്തെ UDF സർക്കാരും ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം അത് ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റണമെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു സൗഹൃദ നിലപാട് തന്നെ ഒരു മുന്നോട്ടെടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഉയരുന്ന ഒന്ന് രണ്ട് നൈതികമായ പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഒരു പാർട്ണർ എന്ന നിലയ്ക്ക് സംസ്ഥാന സർക്കാരിനെ നേരത്തെ അറിയിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന ആൾക്കാരെയും ഒക്കെ അവര് യഥാസമയത്ത് അറിയിച്ചിട്ടുണ്ടാവും. കാരണം അതിനു മുമ്പത്തെ സർക്കാരിനെ അത് യഥാസമയം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നേരത്തെ വന്ന വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം എന്നാൽ ഔദ്യോഗികമായിട്ട് സർക്കാർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയെ അവർ അറിയിച്ചിട്ടില്ല. അതാണ് ഇതിനകത്ത് ഒരു ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയാവുന്ന ഒരു കാര്യം. അപ്പം അതിനകത്താണ് നമുക്ക് ഇതിനെ സ്ലോ ആക്കണോ അല്ലെങ്കിൽ പെട്ടെന്ന് അനുമതി കൊടുക്കണോ മറ്റേതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് സർക്കാരിന്റെ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പം നിലവിൽ നമ്മൾ നോക്കണം, നമുക്ക് ഒരു തരത്തിൽ ഇതിനെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലൊരു തുറമുഖം ആരംഭിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നിരവധി കോർപ്പറേറ്റുകളെ അങ്ങോട്ട് പോയി കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പൊ ഉമ്മൻചാണ്ടി അവസാനം ഈ പറഞ്ഞ അദാനി ഗ്രൂപ്പുമായിട്ട് ചർച്ച നടത്തിയിട്ടാണ് അവരെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. എന്നിട്ട് തന്നെ അവർ കഠിന നിബന്ധനകളൊക്കെ വെച്ചു. അവസാനം നോക്കൂ, ഇതിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 2500 കോടി രൂപയാണ് അദാനിക്ക് ചെലവായത് എന്നാണ് വാർത്തകളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2500 അല്ലെ 2800 കോടി രൂപ ചെലവാക്കിയ ഒരു തുറമുഖത്തിന്റെ 49% 13300 കോടി രൂപയ്ക്ക്, അതായത് 2800 പകുതി എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു എത്ര വരുന്നത്, 1600 1700 അല്ലെങ്കിൽ 1800 എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഒറ്റയടിക്ക് ഈ പറഞ്ഞതുപോലെ അതിന്റെ പകുതിക്ക് 13300 കോടി രൂപയുടെ വാല്യൂ വരിക എന്ന് പറയുന്നത് വേറെ വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് വലിയ ഉണർവുണ്ടാകുന്ന ഒരു സംഗതിയാണ്. കാരണം കേരളത്തിൽ ആരംഭിച്ച ഒരു വ്യവസായ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന് ഇത്രയേറെ ഇരട്ടി തുക, ഏതാണ്ട് 10 ഇരട്ടിയോളം തുക ആർജിച്ചെടുക്കാൻ സാധിക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ എന്ന് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ 3 നേതാക്കളും പറഞ്ഞതാണല്ലോ വികസനത്തിന് ഉതകുന്ന കാര്യങ്ങൾ. EP അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ അഴിമതി പറഞ്ഞുകൊണ്ട് ഈ വികസനത്തെ തടസ്സപ്പെടുത്തരുത് എന്ന രീതിയിലായിരുന്നു EP-യുടെ ഇന്നത്തെ സംസാരം വന്നത്. അപ്പോൾ ഇവിടെ വികസനത്തിനെതിരെ ഈ ഭരണത്തിലിരിക്കുന്ന സമയത്ത് അദാനി ഞങ്ങളുടെ വികസന പങ്കാളിയാണെന്ന് പറയുകയും അതേസമയം പ്രതിപക്ഷത്തായി ഉടൻ തന്നെ ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ പിന്തുണയുമുണ്ട്. പക്ഷേ പാർട്ടിയിൽ ഭിന്നസ്വരം വരുമ്പോൾ പഴയ നിലപാടാണ് ശരി എന്ന് പറഞ്ഞ് പിണറായിയെ തിരുത്തുകയല്ലേ ചെയ്തിരിക്കുന്ന ഈ നേതാക്കൾ. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്ന്. അതെ, അത് അങ്ങനെ തിരുത്തല് CPM-ൽ വരികയാണെങ്കിൽ ആക്ച്വലി അത് ഒരു വളരെ നല്ല കാര്യമാണെന്ന് മാത്രമല്ല, അത് കേരളത്തിന്റെ വികസന കുതിപ്പിൽ ഏറെ സഹായകമാകുകയും ചെയ്യുന്നുള്ള. പക്ഷേ ശ്രീ M ജയചന്ദ്രൻ അതിനോട് യോജിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല എന്നാണ്. എന്തുകൊണ്ട് ശ്രീ ജയചന്ദ്രൻ സാർ ഇങ്ങനെ ഒരു നിലപാട് താങ്കൾ എടുക്കുന്നു? എന്തുകൊണ്ട് EP-യെ ഇക്കാര്യത്തിൽ താങ്കൾക്ക് അനുകൂലിച്ചുകൂടാ? അതെ 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 അല്ല, എന്തുകൊണ്ട് താങ്കൾക്ക് EP-യെ ഇക്കാര്യത്തിൽ അനുകൂലിക്കുവാൻ തോന്നുന്നില്ല? കാരണം വികസനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന അദ്ദേഹമാണ്. ഇതേ നിലപാടായിരുന്നു പാർട്ടിയും മുന്നണിയും അധികാരത്തിലുള്ള സമയത്ത്. വികസനത്തിന് അനുകൂലമായിരുന്നു. അല്ല, അങ്ങനെയല്ല. ഇതിന്റെ അകത്ത് നിങ്ങൾ പറഞ്ഞതുപോലെയല്ല. മുഖ്യമന്ത്രി തന്നെയാണല്ലോ നിയമസഭയിൽ പറയുന്നത്, ഞാൻ അറിഞ്ഞിട്ടില്ല, ഗവൺമെന്റ് അറിഞ്ഞിട്ടില്ല ഇത്ര ഒരു നീക്കം എന്ന് പറയുമ്പോ അതിന്റെ അപ്പുറത്തേക്ക് എന്താണ് EP ജയരാജൻ പറഞ്ഞാൽ ശരിയാവുമോ? അത് മുഖ്യമന്ത്രിയാണ് നിയമസഭയുടെ ഫ്ലോറിൽ പറയുന്നത്, ഞാൻ അറിഞ്ഞിട്ടില്ല, എന്റെ ഗവൺമെന്റ് അറിഞ്ഞിട്ടില്ല
ഈ ഇങ്ങനൊരു ഓഹരി കൈമാറ്റം നടക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ അതിനെ സംബന്ധിച്ച് പിന്നെ രാഷ്ട്രീയ നേതാവായ പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുമ്പോൾ അതങ്ങനെയല്ല, മറ്റൊരു രൂപത്തിലാണ് ഇ പി പറഞ്ഞാൽ അതെങ്ങനെ ഏത് തരത്തിൽ ഏത് നിലക്കാണ് അംഗീകരിക്കാൻ കഴിയുക? അല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നത് ഇതിനൊക്കെ കൃത്യമായിട്ട് കരാറുകളുണ്ട്, അതനുസരിച്ച് സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ പോകണം, ഇങ്ങനെ അഴിമതി പറഞ്ഞുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തരുത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അഴിമതി പറയുന്നവർ അത് വ്യക്തമാക്കട്ടെ എന്നാണ്. ആരാണ് അഴിമതി ആരോപണം ഉന്നയിച്ചത്? പിണറായി വിജയനും അതുപോലെ തന്നെ എം വി ഗോവിന്ദനുമാണ്, കെ രാഗേഷുമൊക്കെയാണ്. അപ്പോൾ അവർ വ്യക്തമാക്കട്ടെ എന്നാണ് ഇ പി ജയരാജന്റെ വാക്കുകൾ. അതെന്തുകൊണ്ട് താങ്കൾക്ക് അനുകൂലിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന കാര്യം പറഞ്ഞത് സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള ഒളിച്ചുകളിയാണെന്നാണ്. പക്ഷേ കഴിഞ്ഞ സർക്കാർ ഇത് അറിഞ്ഞിരുന്നു സർ, കഴിഞ്ഞ സർക്കാർ അറിഞ്ഞിരുന്നു. പിണറായി സർക്കാർ ഇത് അറിഞ്ഞിട്ടും ഇപ്പോൾ ഒളിച്ചുകളി നടത്തുന്നത് ആരാണ്? പിണറായി വിജയനാണ്. അക്കാര്യമാണ് ഇ പി ഇന്ന് പൊളിച്ചത്. അല്ല, അങ്ങനെയല്ലല്ലോ ഈ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, കാണേണ്ടതും അങ്ങനെയല്ല. ശരിയായ ഒരു കാഴ്ചപ്പാടാകുന്നത് എങ്ങനെയാണ് മഞ്ജുഷ താങ്കൾ പറയുന്നത്? ഈ പ്രശ്നത്തിൽ അല്ല, താൻ അറിയാതെയാണ് ഇങ്ങനത്തെ ഇടപാട് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിന്നെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന നിയമസഭയിലാണ് പറയുന്നത്. അതിനെ അവിശ്വസിക്കേണ്ട ഒരു കാര്യം ആർക്കും ഇല്ലല്ലോ. അത് സംബന്ധിച്ചാണല്ലോ പിന്നെ തർക്കങ്ങൾ വരുന്നത്. അത് സംബന്ധിച്ച് ഇ പി ജയരാജൻ തർക്കമൊന്നും ഉന്നയിച്ചിട്ടില്ലല്ലോ. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നില്ലല്ലോ. എനിക്കത് അറിഞ്ഞുകൂടാ. അഴിമതി ഉന്നയിച്ചപ്പോൾ തെളിയിക്കട്ടെ. ഈ നിലപാടാണ് അദ്ദേഹത്തിന്. അത് CPM നേതാവിന് യോജിച്ചതല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ശരി, ശ്രീ എം എസ് വേണുഗോപാൽ, ഇത് പാളയത്തിൽ പട എന്ന രീതിയിലാണോ താങ്കൾ കാണുന്നത്? അതോ ഇതിൽ ശരി പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒക്കെ ഉന്നയിക്കുന്ന പോലെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തണമായിരുന്നു, പക്ഷേ ആ സമയത്ത് ഇ പിയും ശ്രീമതിയും അതുപോലെ ശൈലജയും ഒക്കെ രംഗത്തെത്തിയത് ശരിയായില്ല എന്നാണോ താങ്കളുടെ നിലപാട്? എങ്ങനെയാണ് സഞ്ജുഷേ? പാളയത്തിൽ പട തുടങ്ങിയത് ഇപ്പോഴല്ല, നമ്മുടെ ഇലക്ഷൻ നടക്കുമ്പോഴേ പാളയത്തിൽ പട തുടങ്ങി. അതുകൊണ്ടാണ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ സഖാക്കളിൽ പലരും, സഖാവ് കുഞ്ഞികൃഷ്ണനും അതുപോലെ തന്നെ ടി കെ ഗോവിന്ദനും അതുപോലെ ജി സുധാകരനും വേണ്ടി വോട്ട് ചെയ്തത്. പക്ഷേ രഹസ്യമായിട്ടായിരുന്നു. അത് രഹസ്യമായിട്ടായിരുന്നു. കാരണം ഇവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും പോളിംഗ് ബൂത്തിൽ പോയി ഇവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്ത പ്രതിഭാസം അതിനകത്ത് നിലനിൽക്കുകയാണ്. അപ്പം തന്നെ അവിടെ രണ്ട് വഴിക്ക് രണ്ട് രീതിയിൽ പോകുന്ന സംവിധാനം തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അണികൾ നേതൃത്വത്തെ തിരുത്തണമെന്നാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതെങ്കിൽ, ഇപ്പം ഇടത്തരം നേതാക്കൾ നേതൃത്വത്തെ തിരുത്തുന്ന രീതിയിലേക്ക് പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് താങ്കൾ ഈ പറഞ്ഞ ഇ പി ജയരാജൻ അടക്കമുള്ളവരുടെ പ്രസ്താവനകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകാനുള്ള കാരണമുണ്ട് എന്നുള്ളതാണ്. ഇത് വെറും ചക്രത്തിപ്പോര് പോലെയാണ്. കാരണം MSC പോലുള്ള ഒരു അന്തർദേശീയ ഷിപ്പിംഗ് കമ്പനി, ലോകത്തെ 20% ഷിപ്പിംഗ് വ്യാപാരം നടത്തുന്ന ഒരു കമ്പനി ഒരു ദിവസം രാവിലെ ഒളിച്ചു വന്ന് അദാനി പോർട്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമെന്ന് ഇവിടുത്തെ അന്നത്തെ മുഖ്യമന്ത്രിക്കും ഇന്നത്തെ മുഖ്യമന്ത്രിക്കും തോന്നലുണ്ടാവാൻ വഴിയില്ല. അവർ വ്യക്തമായി ഒരു വർഷം എങ്കിലും, മിനിമം 6 മാസമെങ്കിലും വ്യക്തമായ സ്റ്റഡി നടത്തി അവിടെ വിഴിഞ്ഞത്ത് വന്ന് അതിൻ്റെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.